ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 13 ആണ്. അവിടെ ലോത്തും അബ്രാമും തമ്മിൽ വേർപിരിയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അബ്രാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രാമിനോട് പറഞ്ഞത് തൻ്റെ കുടുംബത്തെയും തൻ്റെ ചാർച്ചക്കാരെയും അവരെല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോകുവാനായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അബ്രാം ലോത്തിനെയും കൂടെ തൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട് ഇടയെത്തുക. അപ്പോൾ ലോത്ത് കാരണം തനിക്ക് പിന്നീട് ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ലോത്തിനെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ ആദ്യമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പത്തെ പ്രാവശ്യം നമ്മൾ കണ്ടു, അബ്രാം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമല്ലാതെ ഈജിപ്തിൽ പോവുകയും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നത്. നെഗേവ് എന്ന സ്ഥലത്തു നിന്നാണ് താൻ ഈജിപ്തിലേക്ക് പോകാനിടയായി തീർന്നത്. അപ്പം ഈ ചാപ്റ്റർ തുടങ്ങുമ്പോഴേക്ക് നമ്മൾ കാണുന്നത് അബ്രാം തിരിച്ച് നെഗേവിലേക്ക് താൻ തിരിച്ച് വരുന്നതായിട്ട് നമ്മൾ ആദ്യമേ കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും അവിടെ ദൈവം കൈവിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. താൻ ഈജിപ്തിലായിരുന്നപ്പോൾ കൂടെ ദൈവം തന്നെയും അവിടെ അനുഗ്രഹിക്കുകയാണ് താൻ ദൈവം ചെയ്തത്. അതുകൊണ്ട് തന്നെ താൻ തിരികെ നെഗേവിലേക്ക് എത്തിയപ്പോഴും ദൈവം തന്നെ പിന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താൻ അനുഗ്രഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മൃഗസമ്പത്ത് അല്ലാത്ത സമ്പത്തും എല്ലാം കൂടുവാനായിട്ട് ഇടയായി തീർന്നതായിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അബ്രാമിൻ്റെ സമ്പത്ത് മാത്രമല്ല അവിടെ കൂടുവാൻ ഇടയായി തീർന്നത്, പകരം ലോത്തിൻ്റെയും കൂടെ സമ്പത്ത് കൂടുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ എബ്രാം ആരുടെയൊക്കെ കൂടെ താൻ തൻ്റെ സമയം ചെലവഴിച്ച് അവർക്കൊക്കെയും അബ്രാമിൻ്റെ ഒരു അനുഗ്രഹം അവർക്കൊക്കെയും അനുഭവിക്കാനിടയായി തീർന്നു. അതാണ് നമുക്ക് ലോത്തിൻ്റെ കാര്യത്തിലും കാണുവാൻ സാധിക്കുന്നത്. ലോത്തിനും അതുപോലെ അങ്ങനെയാണ്, തനിക്കും സമ്പന്നനാകുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ദൈവമക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നവർക്ക്, അല്ലെ ദൈവമക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നവർക്കൊക്കെയും അവർക്കും അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്കും അനുഭവിക്കേണ്ടതായി തീരും. സമയം സ്പെൻഡ് ചെയ്യാൻ ദൈവമക്കളുടെ കൂടെ സമയം ചെലവഴിക്കുക, അല്ലെങ്കിൽ ദൈവമക്കൾ അറിയാവുന്നവരായിക്കോട്ടെ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്കും കൂടെ ദൈവത്തിൻ്റെ നന്ദി എന്ന രീതിയിൽ അവർക്കും കൂടെ അനുഗ്രഹം ഇടയായി തീരും. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ലോത്തിനും അബ്രാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ലോത്തിനും കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ ലഭിക്കേണ്ടതായിരുന്നു. ലോത്ത് എന്നുള്ള ദൈവത്തിൻ്റെ വലിയ പർപ്പസിൽപ്പെട്ട ആളായിരുന്നില്ല, എന്നാലും കൂടെ താൻ അബ്രാമിനെ ഫോളോ ചെയ്ത് വന്നതുകൊണ്ട് തനിക്കും കൂടെ അതിൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കാനിടയായിരുന്നു. നമ്മൾ യോസേഫിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും, യോസേഫ് പോത്തിഫറിൻ്റെ വീട്ടിൽ താൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോത്തിഫറിനും അതൊരു അനുഗ്രഹമായിട്ട് തീരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ സാരം എന്നുള്ളത്. അത് ദൈവമക്കളുടെ പ്രസൻസ് ഉള്ളവരൊക്കെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളൊരു കാര്യം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ലോത്തും അബ്രാമും പിന്നീട് അവിടെ വേർപിരിയുന്നൊരവസ്ഥയാണ് അവിടെ നമ്മൾ കാണുന്നത്. അവരുടെ സമ്പത്ത് കൂടിയിട്ട് അവരുടെ ജോലിക്കാർ, അവരുടെ വേലക്കാർ തമ്മിൽ വഴക്കുണ്ടാകുന്ന ആ ഒരവസ്ഥ അത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ വഴക്കുണ്ടാകുന്നതിന് അത് സോൾവ് ചെയ്യാനായിട്ട് അവർ എബ്രാഹിം ലോത്തോട് ഒരു തീരുമാനം എടുക്കുന്നത്. എബ്രാഹിം പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ എടുത്തോളാം എന്നാണ് എബ്രാം ലോത്തിനോട് പറഞ്ഞത്. ലോത്തിന് ആ ചാൻസ് കിട്ടിയപ്പോൾ ലോത്ത് ചെയ്തത് താൻ ചുറ്റും നോക്കിയിട്ട് തൻ്റെ കണ്ണിൽ ഏറ്റവും നല്ലത് ഏത് എന്ന് കണ്ടു അത് താൻ എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ താൻ യോർദാൻ അരികെ പോകുന്നു. താൻ കൂടാരമടിച്ച് സോദോം ഗൊമോറ വരെ അവിടെ എത്തുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അങ്ങനെ ലോത്ത് ആ ഒരു സ്ഥലം, ആ ഒരു ഏരിയ തിരഞ്ഞെടുത്തു എങ്കിൽ പോലും ദൈവം അബ്രാമിനോട് പറഞ്ഞൊരു കാര്യം എന്നുള്ളത് അത് വളരെ
സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ നമ്മൾ കാണുന്നത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഈ നോർത്തിലോട്ടും നോർത്തിലോട്ട് നോക്കുക, സൗത്തിലോട്ട് നോക്കുക, ഈസ്റ്റിലോട്ട് നോക്കുക, വെസ്റ്റിലോട്ട് നോക്കുക, ഈ നോക്കുന്ന സ്ഥലമെല്ലാം എനിക്ക് തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ലോത്ത് പോയ സ്ഥലം പോലും അതും അബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്നു എന്നാണ് ദൈവം അവിടെ പറയുന്നത്. അത് ദൈവം ആ ബ്ലസ് ചെയ്തതായിരുന്നു, ആ സ്ഥലം മുഴുവൻ കൊടുക്കുന്നുള്ളത്. പിന്നെയും ദൈവം ആ സെയിം കാര്യം പിന്നെയും അബ്രഹാമിനെ ഓർപ്പിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് ലോത്ത് സോദോം ഗൊമോറയുടെ അടുക്കിലേക്ക് ചെന്നു. നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോത്ത് ആ സോദോം ഗൊമോറയിലെ ഒരു വലിയൊരു വ്യക്തിയായിട്ട്, ഒരു പ്രമാണി പോലെ ഒരു വ്യക്തിയായിട്ടാകുവാനായിട്ട് തന്നിടയെ തീർന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ പാപം നമ്മളെ പല രീതിയിലേക്ക് അട്രാക്ട് ചെയ്യും. പക്ഷേ നമ്മൾ പാപം നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട്. പക്ഷേ പാപം നമ്മളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെയും അതിൻ്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം താൻ കൂടാരം അടിച്ചതിൻ്റെ അടുക്കിലേക്ക് ലോത്ത് കൂടാരം അടിച്ചതിൻ്റെ അടുത്തോട്ട് ചെന്നതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ദൂരെയായിരുന്നു കൂടാരം അടിച്ചത്, പിന്നീട് കുറച്ചുകൂടെ അടുത്താക്കി, സോദോമിനെ അടുത്തോട്ടാക്കി, പിന്നെ കുറച്ചുകൂടെ അടുത്തോട്ടാക്കി, അങ്ങനെ അടുത്തടുത്ത് പോയെന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം പാപം എന്നുള്ളത് നമ്മുടെ ചുറ്റും എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. അത് നമ്മൾ പാപം ചെയ്യുവാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളതിൽ വീഴുപോകും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ആ പാപത്തിൻ്റെ പ്രസൻസിൽ നിന്ന് നമുക്ക് മാറേണ്ട ഒരാവശ്യം അതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അതിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുന്നിൽ എന്താ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അത് പെട്ടുപോകാൻ ചാൻസ് കൂടുതലുണ്ട്. പാപം നമ്മളെ അട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു പേടിയുടെ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കേണ്ട ആവശ്യം ശരിക്കും അവിടെ ഇല്ല. നമ്മൾ അവിടെ നിന്നും ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിവായി പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ലോത്തിന് അതല്ല സംഭവിച്ചത്. താൻ കൂടുതൽ താനവിടെ സമയം ചെലവഴിക്കുകയും തോന്നും. താൻ ആ പാപമുള്ള അവസ്ഥയിലേക്ക് അടുത്തടുത്ത് പോകുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം ഈ ചിന്തകൾ നിങ്ങളെല്ലാവരും നമ്മൾക്കെല്ലാവർക്കും അതൊരു സഹായകരമാകട്ടെ. കാരണം നമ്മുടെ ചുറ്റും ഇപ്പോഴും പാപമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുൻപിൽ നമ്മൾ ആലോചിച്ച് നിൽക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഒന്നും ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പാപം നമ്മുടെ പക്കലുണ്ട്. നമ്മൾ പാപത്തിൽ വീഴും എന്നുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ അവിടെ നിന്ന് ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ദൈവത്തോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പാപം ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കൃപ തരുവാനായിട്ട്, ഏത് പാപമാണോ നമ്മളെ ചാലഞ്ച് ചെയ്യുന്നത് അതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവമക്കളാണ്. ദൈവം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതൊക്കെ നിറവേറുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.